ഈ വാർത്ത നിങ്ങൾ കേട്ടു എന്ന് തോന്നുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 25 തവണ വിദേശ സന്ദർശനം നടത്തി, എന്നിട്ടും കേരളത്തിലേക്ക് ഒരു നിക്ഷേപം പോലും വന്നില്ല എന്ന്. മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രകൾക്കായി കേരളം ചെലവിട്ടത് കോടികൾ. 10 വർഷത്തിനിടെ സന്ദർശിച്ചത് 25 വിദേശ രാജ്യങ്ങൾ. കേരളത്തിലേക്ക് വിദേശ നിക്ഷേപത്തിനായി ധാരണാപത്രം ഒന്നുപോലും ഒപ്പുവെച്ചതായി വിവരമില്ലെന്ന് വ്യവസായ വകുപ്പ്. UAE, അമേരിക്ക, ജപ്പാൻ, ഇംഗ്ലണ്ട്, ദക്ഷിണ കൊറിയ, ഫിൻലൻഡ്, നോർവേ, സ്വിറ്റ്സർലൻഡ്, ബഹ്റിൻ, ഫ്രാൻസ്, നെതർലാൻഡ്സ് ഇങ്ങനെ ഒട്ടേറെ രാജ്യങ്ങളൊക്കെ അദ്ദേഹം സന്ദർശിച്ചു. എല്ലായിടത്തു നിന്നും നിക്ഷേപം വരും എന്ന് പ്രഖ്യാപിച്ചു. ഈ വാർത്ത പുറത്തുവിട്ട മാധ്യമങ്ങൾ ഇത്രയും കാലം എന്തെടുക്കുകയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇതുവരെ ഒന്നും വന്നില്ല എന്നും മനസ്സിലാക്കുവാൻ വിവരാവകാശ രേഖയുടെ ആവശ്യമുണ്ടോ? കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കാഴ്ചശക്തിയും കേൾവിശക്തിയും പോയോ? നമ്മളിന്ന് ഈ വിഷയമാണ് പരിശോധിക്കുന്നത്. കേരളം എങ്ങോട്ട്? അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. കേരളം എങ്ങോട്ട് എന്ന ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ മുഖ്യമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാതെ പോകുവാൻ വയ്യ. ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വാർത്ത ഈ കാണുന്ന പോസ്റ്റാണ്. വികസന നേട്ടം പറയുവാൻ മന്ത്രിമാരെത്തും. വിപുലമായ പ്രചാരണ പരിപാടികൾക്ക് സംസ്ഥാന സർക്കാർ. ഇത് ട്രീ കട്ടർ ചാനലിൻ്റെ ഒരു പോസ്റ്റാണ്. സത്യമാണോ എന്നറിയില്ല. ഈ വർഷം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ വരുന്നതുകൊണ്ട് ഇനി അങ്ങോട്ട് നമ്മൾ ഇതെല്ലാം കാണുവാനും കേൾക്കുവാനും വിധിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഈ പോസ്റ്റ് ഇട്ട ട്രീ കട്ടർ ചാനൽ ആത്മാർത്ഥമായി കേരളത്തിൽ കഴിഞ്ഞ 9 വർഷം കൊണ്ടുണ്ടായ വികസന നേട്ടങ്ങൾ ചർച്ച ചെയ്യുവാൻ ഒരു അന്തിച്ചർച്ച നടത്തുവാൻ തയ്യാറുണ്ടോ? നടത്തില്ല. ഇവരുടെ രാഷ്ട്രീയ ചായവും അവരുടെ കൂറും നമുക്കറിയാം. ട്രീ കട്ടർ ചാനൽ മാത്രമല്ല, കേരളത്തിലെ ഒരു മാധ്യമവും ഇതിന് തയ്യാറാകും എന്ന് ഞാൻ കരുതുന്നില്ല. വോട്ട് വിവാദമുയർത്തി സുരേഷ് ഗോപിയെ ക്രൂശിക്കുവാൻ വേണ്ടി എത്ര ദിവസം കേരളത്തിലെ മാപ്രകൾ പണിയെടുത്തു. അവസാനം മല പോലെ വന്നത് എലി പോലെ പോയതുപോലെയായി. ഞാൻ നേരത്തെ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രകൾ കൊണ്ടുവന്ന വിദേശ നിക്ഷേപമാകട്ടെ, അതറിയുവാൻ മാധ്യമങ്ങൾക്ക് എന്തിനാണ് വിവരാവകാശ രേഖ? കേരളത്തിലെ ഓരോ കൊച്ചുകുട്ടിക്കും അറിയാം ഇവിടെ ഒന്നും വന്നിട്ടില്ല എന്ന്. വന്നിരുന്നു എങ്കിൽ നമ്മൾ കണ്ടേനെ. എന്നിട്ടും മാധ്യമങ്ങൾക്ക് വിവരാവകാശ രേഖ വേണം. മാധ്യമങ്ങളെ ജനാധിപത്യത്തിൻ്റെ 4ാം തൂണ് ആണ് എന്നാണല്ലോ വൈപ്പ്. വടക്കോട്ട് നോക്കി മോദിയെയും കുറ്റം പറഞ്ഞിരിക്കുമ്പോൾ അടിസ്ഥാനപരമായി കേരളം എന്ന സംസ്ഥാനത്തോട്, ഇവിടുത്തെ ജനങ്ങളോട് അല്പമെങ്കിലും പ്രതിബദ്ധത ഉണ്ടായിരുന്നു എങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങൾ മാധ്യമങ്ങൾ കേരളത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമായിരുന്നു. അതേ സ്ഥാനത്ത് തൊട്ടയൽപക്കത്ത് കിടക്കുന്ന തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന എല്ലാ സംസ്ഥാനത്തേക്കും നിക്ഷേപങ്ങൾ വന്നിട്ടുണ്ട്. ഏപ്രിൽ 2000 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇക്വിറ്റി, ഏറ്റവും കൂടുതൽ വന്നത് സർവീസ് സെക്ടറിലാണ്, 16%. 7,65,759 കോടി രൂപ. തൊട്ടു പിന്നിൽ കമ്പ്യൂട്ടർ, സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ ഇൻഡസ്ട്രിയാണ് 15%, 7,84,971 കോടി. അതിൻ്റെ പിന്നിലായി ട്രേഡിംഗ് ആണ് 7%, 3,34,506 കോടി. അതിൻ്റെ പിറകിൽ ടെലി കമ്മ്യൂണിക്കേഷൻസ് ആണ് 5%, 2,41,091 കോടി രൂപ. അതിൻ്റെയും പിറകിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയാണ് 37,854 കോടി രൂപ. ഇനി ഇതേ കാലഘട്ടത്തിൽ മേജർ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലോ വന്നത് 25% ഷെയറോടുകൂടി മൗറീഷ്യസിൽ നിന്നാണ്. 24% ഷെയറോടെ തൊട്ടു പിന്നിൽ സിംഗപ്പൂറാണ്. അവരുടെയും പിറകിൽ 10% ഷെയറോടെ അമേരിക്കയും, അവർക്ക് പിറകിൽ നെതർലാൻഡ്സ് ആണ്, 7% അവരുടെ ഷെയർ. അവരുടെയും പിറകിൽ 6% ഷെയറോടെ ജപ്പാനാണ്. ഇതിൽ ഏതെങ്കിലും ഒരു രാജ്യം കേരളത്തിൽ എന്തെങ്കിലും ഒന്ന് ഇൻവെസ്റ്റ് ചെയ്തതായി നിങ്ങൾ കേട്ടിരുന്നു? ഇതിൽ എവിടെയൊക്കെ മുഖ്യമന്ത്രി പോയിരുന്നു എന്ന് അറിയാമോ? ഒക്ടോബർ 2019 മുതൽ മാർച്ച് 2025 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ FDI ഇക്വിറ്റി ഇൻഫ്ലോ ഉണ്ടായ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്, 31%, 6,97,304 കോടി രൂപ. രണ്ടാമത് കർണാടകയാണ്, 20%, 4,45,513 കോടി രൂപ. മൂന്നാം സ്ഥാനത്ത് 16% ഷെയറോടെ ഗുജറാത്താണ്, 3,44,572 കോടി രൂപ. 4ാം സ്ഥാനത്ത് ഡൽഹിയാണ്, 13% ഷെയർ, 2,95,513 കോടി രൂപ. അതിൻ്റെയും താഴെ തമിഴ്നാടാണ്,
5% ഷെയറോടുകൂടി 1,15,346 കോടി രൂപയാണ് തമിഴ്നാടിൻ്റെ ഷെയർ. ഇവിടെ എവിടെയെങ്കിലും കേരളത്തിൻ്റെ പേര് നിങ്ങൾ കേട്ടോ? മാധ്യമങ്ങൾ ആരെങ്കിലും ഇത് നിങ്ങളോട് പറഞ്ഞോ? നമ്പർ വൺ എന്ന് തള്ളുന്നതിൽ മാത്രം നമ്മൾ നമ്പർ 1 ആണ് എന്നതാണ് നമ്മൾ വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുന്ന സത്യം. പോട്ടെ, മാധ്യമങ്ങൾ വേണ്ട. ഇക്കാലം അത്രയും കേരളത്തിൻ്റെ പ്രതിപക്ഷം എന്തെടുക്കുകയായിരുന്നു? പൊളിഞ്ഞു പാളീസായ ഒരു എക്കോണമിയും കൊണ്ട് ഇനി വരുന്ന 5 വർഷം എങ്ങനെ ഭരിക്കാം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ശമ്പളം കൊടുക്കുവാനും പെൻഷൻ കൊടുക്കുവാനും നിങ്ങളും ഇതിലും തകൃതിയായി കടമെടുക്കും അല്ലേ? ഇനി ഇപ്പോഴത്തെ പ്രതിപക്ഷം ഭരണത്തിൽ വന്നാൽ അന്നത്തെ പ്രതിപക്ഷം ഭരിക്കാൻ സമ്മതിക്കുന്നില്ല എന്നായിരിക്കും നിങ്ങളുടെ പരാതി. ശരിയാണ്, അങ്ങനെ സംഭവിച്ചാൽ 2026 മുതൽ അടുത്ത 5 വർഷം കേരളത്തിൽ സമര കോലാഹലങ്ങൾ മാത്രമായിരിക്കും. അന്നും ഈ ഒടുക്കത്തെ സമരം കാരണം കേരളത്തിലേക്ക് 10 പൈസ പോലും നിക്ഷേപിക്കാൻ ആരും വരില്ല. എന്തെങ്കിലും ഒരു കാര്യം പുതുതായി പറയാനുണ്ടോ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന്? ഇല്ല. ഞങ്ങളും കിട്ടാവുന്നിടത്തുനിന്ന് ഒക്കെ കടമെടുക്കും. സമയാസമയങ്ങളിൽ കൃത്യമായ ഇടവേളകളിൽ കേന്ദ്രം തരുന്നില്ല, കേന്ദ്രം സഹായിക്കുന്നില്ല എന്നൊക്കെ കേന്ദ്രത്തെ കുറ്റം പറയും. ചുമത്താവുന്ന നികുതി ഒക്കെ ഞങ്ങളും ചുമത്തും, ഞങ്ങളും ഭരിക്കും. അങ്ങനെ അങ്ങ് പോകും ഒരു 5 വർഷം. ഭൂപടത്തിൽ ഇല്ലാത്ത രാജ്യങ്ങളുണ്ടെങ്കിൽ അവിടെ നിന്നും നിങ്ങളും ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരും എന്ന് വാഗ്ദാനം ചെയ്യും. നിയമസഭയിലും പറയും. ആരും നിങ്ങളെ ഓഡിറ്റ് ചെയ്യില്ല, ആരോടും നിങ്ങൾക്ക് ഒരു അക്കൗണ്ടബിലിറ്റിയും ഇല്ല. അവസാനം വാഗ്ദാനങ്ങൾ മിച്ചമാക്കിക്കൊണ്ട് പഴയതിലും മികച്ച രീതിയിൽ കേരളത്തിൻ്റെ പൊതുകടം കൂട്ടിവെച്ചുകൊണ്ട് നിങ്ങളും ഇറങ്ങിപ്പോകും. കേരളത്തിലെ നശിച്ച രാഷ്ട്രീയവും മതവും ജാതിയും മാധ്യമങ്ങളും നിങ്ങൾക്കും എക്കാലവും പിന്തുണ തരികയും ചെയ്യും. പ്രബുദ്ധ കേരളം ജീവിക്കാൻ കൊള്ളാത്ത ഒരു ഇടമായി മാറും, ഒരു സംശയവും വേണ്ട. അവസരത്തിലും അനവസരത്തിലും രാഷ്ട്രീയവും മതവും ജാതിയും കുത്തിത്തിരുകി കേരള ജനതയെ എങ്ങനെയൊക്കെ ഭിന്നിപ്പിച്ച് എത്രയൊക്കെ തട്ടിലാക്കാമോ അത്രയും തട്ടിലാക്കി ഇവിടുത്തെ വൃത്തികെട്ട നശിച്ച രാഷ്ട്രീയം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടൻ അതിൽ ജാതി കൊണ്ടുവരും, മതം കൊണ്ടുവരും, പിന്നെ മുതലെടുപ്പായി, പിന്നെ അതിൻ്റെ പിറകെ പോവുകയായി മാധ്യമങ്ങൾ. ഉത്തരവാദിത്തമില്ലാത്ത രാഷ്ട്രീയ നേതൃത്വങ്ങളും ഉത്തരവാദിത്തമില്ലാത്ത മാധ്യമങ്ങളുമാണ് കേരളത്തിൻ്റെ ശാപം. കേരളം പൊതുവെ ഉയർന്ന മാനുഷിക വികസന സൂചകങ്ങൾക്ക് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിന് പേര് കേട്ടതാണെങ്കിലും നിലവിൽ ഗുരുതരമായ സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കേരളത്തിലെ ആളോഹരി വരുമാനം ദേശീയ ശരാശരിയേക്കാൾ 1.41 മടങ്ങ് കൂടുതലാണ് എന്നാണ് സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് പറയുന്നത്. എന്നാൽ സംസ്ഥാനത്തിൻ്റെ നികുതി വരുമാനം ആനുപാതികമായി ഉയരുന്നില്ല. മറ്റൊരർത്ഥത്തിൽ ആളുകൾക്ക് കൂടുതൽ വരുമാനമുണ്ടായിട്ടും സർക്കാരിന് വേണ്ടത്ര നികുതി ലഭിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പലവിധ വിഷയങ്ങളാണ്. ഒന്നാമത്, കേരളത്തിൻ്റേത് ഒരു റെമിറ്റൻസ് ഡ്രിവൺ എക്കോണമിയാണ് എന്നതാണ്. റെമിറ്റൻസ് വരുമാനത്തെയാണ് കേരളം കൂടുതലായും ആശ്രയിക്കുന്നത്. കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി പ്രധാനമായും ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികളുടെ പണത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഈ പണം നേരിട്ട് നികുതിയായി ഈടാക്കുവാൻ സാധിക്കാത്തതിനാൽ സർക്കാരിന് മതിയായ വരുമാനം ലഭിക്കുന്നില്ല. രണ്ടാമത്, സേവന മേഖലയുടെ പ്രാധാന്യമാണ്. കേരളത്തിൻ്റെ GSDPയിൽ വലിയ ഒരു പങ്ക്, ഏകദേശം 64.69% സേവന മേഖലയിൽ നിന്നാണ്. ഈ മേഖലയിൽ നിന്നുള്ള നികുതി വരുമാനം മറ്റു മേഖലകളെ അപേക്ഷിച്ച് കുറവായിരിക്കാം. മൂന്നാമത്, അണ്ടർ ഡെവലപ്ഡ് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രിയാണ്. കൃഷി വ്യവസായ മേഖലകളുടെ പിന്നോക്കാവസ്ഥയാണ്. കാർഷിക മേഖലയുടെയും വ്യവസായ മേഖലയുടെയും സംഭാവന താരതമ്യേന വളരെ കുറവാണ്. ഈ മേഖലകളിൽ നിന്നുള്ള നികുതി വരുമാനവും പരിമിതമാണ്. നാലാമത്തെ കാര്യം, ടാക്സ് ചോർച്ച അല്ലെങ്കിൽ നികുതി ചോർച്ച, ടാക്സ് ഇവേഷൻ. അതാണ്. കൂടുതൽ വരുമാനം നേടുന്ന വ്യക്തികളും സ്ഥാപനങ്ങളും നികുതി വെട്ടിക്കുവാൻ ശ്രമിക്കുന്നത് മൂലം സർക്കാരിന് ലഭിക്കേണ്ട നികുതി നഷ്ടപ്പെടുന്നു. കാര്യത്തിൽ മാറി വരുന്ന സർക്കാരുകൾ കാര്യമായ ഇടപെടലുകൾ നടത്തുന്നില്ല എന്ന ആരോപണം ശക്തമായിട്ടുണ്ട്. അത് ശരിയുമാണ്. അഞ്ചാമത്തത്, നികുതി നിരക്കുകളാണ്. ആളുകളുടെ വരുമാനത്തിനനുസരിച്ച് നികുതി നിരക്കുകൾ ഉയർത്താതിരുന്നാൽ വരുമാനം വർദ്ധിക്കുമ്പോഴും നികുതി വരുമാനം ആനുപാതികമായി കൂടണം എന്ന് ഇല്ല. ഈ കാരണങ്ങൾ കൊണ്ടാണ് കേരളത്തിൽ ആളോഹരി വരുമാനം കൂടുതലായിരുന്നിട്ടും സർക്കാരിന് വേണ്ടത്ര നികുതി വരുമാനം ലഭിക്കാത്തത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. കേരള സർക്കാരിൻ്റെ സാമൂഹിക ക്ഷേമ പദ്ധതികൾക്കും സൗജന്യങ്ങൾക്കുമുള്ള പണം എവിടെ നിന്ന് വരുന്നു എന്ന ചോദ്യം പ്രസക്തമാണ്. ഇതിൻ്റെ ഉത്തരം കേരളത്തിൻ്റെ സാമ്പത്തികപരമായ പരാജയത്തിൻ്റെ ഒരു കാരണം കൂടിയാണ്. കടമെടുപ്പ്. കേരള സർക്കാർ സാമൂഹിക ക്ഷേമ പദ്ധതികൾക്കും സൗജന്യങ്ങൾക്കും പണം കണ്ടെത്തുന്നത് പ്രധാനമായും കടമെടുത്താണ്. ഇതിനായിട്ട്
സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസ്, കിഫ്ബി പോലെയുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസ് രൂപീകരിച്ച് ബജറ്റിന് പുറത്തുനിന്ന് കടമെടുക്കുന്ന ഒരു രീതി ഓഫ് ബജറ്റ് ബോറോയിങ്സ് എന്ന് പറയും ഉപയോഗിക്കുന്നുണ്ട്. ഈ കടങ്ങൾ താൽക്കാലികമായി സർക്കാരിൻ്റെ ഒരു ബാധ്യതയായി കണക്കാക്കുന്നില്ലെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ തിരിച്ചടയ്ക്കേണ്ടി വരുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. മറ്റൊരു കാര്യം റവന്യൂ വരുമാനം വകമാറ്റി ചെലവഴിക്കുന്നു എന്നതാണ്. നികുതിയിലൂടെയും മറ്റും ലഭിക്കുന്ന വരുമാനം വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാതെ സാമൂഹിക ക്ഷേമ പദ്ധതികൾക്കും സൗജന്യങ്ങൾക്കുമായി വകമാറ്റി ചെലവഴിക്കുന്നു. വേറൊരു കാര്യം, കൂടുതൽ വരുമാനം ഉണ്ടാക്കാത്ത സാമൂഹിക ക്ഷേമ പദ്ധതികൾക്കും സൗജന്യങ്ങൾക്കുമായി പണം ചെലവഴിക്കുമ്പോൾ ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത് സാമ്പത്തികപരമായ തകർച്ചയിലേക്ക് നയിക്കുന്നു. ഇങ്ങനെ കടമെടുത്തും റവന്യൂ വരുമാനം വകമാറ്റിയും കൂടുതൽ മുതൽ മുടക്കില്ലാത്ത പദ്ധതികൾക്ക് പണം ചെലവഴിക്കുമ്പോഴാണ് കേരളം സാമ്പത്തികമായ പരാജയത്തിലേക്ക് നീങ്ങുന്നത്. ഇനി ചില സ്ഥിതി വിവര കണക്കുകൾ കൂടി പറയാം. കേരളത്തിൻ്റെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദന വളർച്ചാ നിരക്ക് GSDP കഴിഞ്ഞ കുറേ വർഷങ്ങളായി കുറഞ്ഞ നിലയിലാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ പ്രകാരം 2019 മുതൽ 2023 വരെ കേരളത്തിൻ്റെ GSDP ശരാശരി 3.16 മാത്രമാണ്. ഈ വളർച്ചാ നിരക്ക് പരിഗണിക്കുമ്പോൾ 33 സംസ്ഥാനങ്ങളിൽ കേരളം 30ാം സ്ഥാനത്താണ്. താരതമ്യേന ചെറിയ സംസ്ഥാനമായ മിസോറാം പോലും 6.75% വളർച്ച നേടി. കർണാടക, തെലങ്കാന, തമിഴ്നാട് തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ശരാശരി വളർച്ചാ നിരക്ക് 5%. COVID-19 മഹാമാരിക്ക് ശേഷം 2021-22 വളർച്ചാ നിരക്ക് 13% ഉയർന്നെങ്കിലും അത് താഴ്ന്ന അടിസ്ഥാനത്തിലുള്ള താരതമ്യം കാരണമായിരുന്നു. 2022-23 ഇത് വീണ്ടും 6.6 ആയി കുറഞ്ഞു. ഇത് ദേശീയ ശരാശരിയെ 7.2 കുറവാണ്. എന്തൊക്കെയാണ് കേരളത്തിൻ്റെ സാമ്പത്തിക തകർച്ചയുടെ കാരണങ്ങൾ? അമിതമായ സാമൂഹിക ക്ഷേമ പദ്ധതികൾ, സബ്സിഡികൾ, സൗജന്യങ്ങൾ എന്നിവയ്ക്കായി പണം ചെലവഴിക്കുന്നത് ഒരു കാരണമാണ്. നേരത്തെ പറഞ്ഞ ബജറ്റിന് പുറത്തുനിന്ന് കടമെടുക്കുന്ന രീതി ഓഫ് ബജറ്റ് ബോറോയിങ്സ് സർക്കാരിനെ സാമ്പത്തിക ബാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. 1970-80 കാലഘട്ടം മുതൽ വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹിക സുരക്ഷ ഇവയിലെല്ലാം കേരളം വലിയ നിക്ഷേപം നടത്തി. ഇത് മാനുഷിക വികസനത്തിന് നല്ലതാണെങ്കിലും സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും എണ്ണം വർദ്ധിച്ചു. ഇത് സാമ്പത്തികമായി വലിയ ഭാരമായി മാറി. രാജ്യത്ത് ഏറ്റവും കൂടുതൽ പെൻഷൻ ചെലവഴിക്കുന്ന 5ാമത്തെ സംസ്ഥാനമാണ് കേരളം. 2023-24 28,240 കോടി രൂപയാണ് പെൻഷനായി മാത്രം ചെലവഴിച്ചത് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇനി കേരളത്തിൻ്റെ ചെലവഴിക്കലും വരുമാനവും എങ്ങനെയാണ്? കേരളത്തിൻ്റെ വരുമാനം പെൻഷൻ, ശമ്പളം, സബ്സിഡി, പഴയ കടങ്ങളുടെ പലിശ തുടങ്ങിയ ദൈനംദിന ചെലവുകൾക്ക് ഉപയോഗിക്കുന്നു. പുതിയ മൂലധന നിക്ഷേപങ്ങൾക്ക് വളരെ കുറഞ്ഞ പണമേ ലഭിക്കുന്നുള്ളൂ. 2022-23 കേരളത്തിൻ്റെ റവന്യൂ ചെലവ് 1.42 ലക്ഷം കോടി രൂപയായിരുന്നു. അതേസമയം മൂലധന ചെലവ് 14,000 കോടി രൂപ മാത്രമായിരുന്നു. ഇത് സൂചിപ്പിക്കുന്നത് 90% ബജറ്റും ദൈനംദിന കാര്യങ്ങൾക്കായി ചെലവഴിക്കുന്നു എന്നതാണ്. നീതി ആയോഗിൻ്റെ ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ് 2025 റിപ്പോർട്ട് പ്രകാരം 2022-23 കേരളത്തിൻ്റെ മൂലധന ചെലവ് മൊത്തം ചെലവിൻ്റെ 8.8% മാത്രമായിരുന്നു. ഇത് പ്രധാന സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കുറഞ്ഞ നിരക്കാണ്. മറ്റ് സംസ്ഥാനങ്ങളുടെ ശരാശരി 15.2 ആയിരുന്നു. ഇനി കേരളത്തിൻ്റെ വരുമാനത്തിൻ്റെ ഉപയോഗമോ അതെങ്ങനെയാണ്? കേരളം പുതിയ റോഡുകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, ഫാക്ടറികൾ എന്നിവ നിർമ്മിക്കുന്നതിന് പകരം ശമ്പളം, പെൻഷൻ തുടങ്ങിയവയിലാണ് കൂടുതൽ പണം ചെലവഴിക്കുന്നത്. 2024-25 ബജറ്റിൽ കേരളത്തിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ 71% ശമ്പളം, പെൻഷൻ, കടപ്പത്രങ്ങളുടെ പലിശ എന്നിവയ്ക്ക് മാത്രമായിട്ട് ഉപയോഗിക്കുന്നു. കേന്ദ്രം സഹായിക്കുന്നില്ല എന്നാണ് കേരളത്തിൻ്റെ എപ്പോഴുമുള്ള ഏറ്റവും വലിയ പരാതി. കേരളത്തിന് ലഭിക്കുന്ന ഗ്രാൻറ്റുകളും നികുതി വിഹിതവും കുറഞ്ഞു വരുന്നു എന്ന് ഒരു ആരോപണമുണ്ട്. എന്നാൽ 15ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ പ്രകാരം ജനസംഖ്യാ മാനദണ്ഡം പരിഗണിച്ചപ്പോൾ കേന്ദ്ര നികുതികളിൽ നിന്നുള്ള കേരളത്തിൻ്റെ വിഹിതം കുറഞ്ഞു. GST നഷ്ടപരിഹാരം 2022 നിർത്തിയതിനാൽ കേരളത്തിന് അവിടെ നിന്നും വരുമാനം ഇല്ലാതെയായി. 15ാം ധനകാര്യ കമ്മീഷൻ ചില സംസ്ഥാനങ്ങൾക്ക് പോസ്റ്റ് ഡെവല്യൂഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് നൽകാൻ ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ കേന്ദ്രം 2022-23 ഈ ഗ്രാൻറ്റ് 7,000 കോടി രൂപയായി വെട്ടിക്കുറച്ചത് എന്ന് കേരളം ആരോപിക്കുന്നു. കേരളത്തിൽ എത്രമാത്രം നിക്ഷേപ സൗഹൃദ അന്തരീക്ഷമുണ്ട്? കേരളം വ്യവസായ സൗഹൃദ നയങ്ങൾ, ഇൻഡസ്ട്രി ഫ്രണ്ട്ലി പോളിസീസ് അത് നടപ്പാക്കുന്നതിൽ വളരെ പിന്നോട്ട് പോയതിനാൽ വലിയ നിക്ഷേപങ്ങൾ കേരളത്തിൽ കുറവാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സിൽ കേരളത്തിൻ്റെ റാങ്കിങ്ങും വളരെ താഴെയാണ്.
ചില കമ്പനികൾ, പ്രത്യേകിച്ചും നമുക്കറിയാം കിറ്റെക്സ് പോലെയുള്ള ചില കമ്പനികൾ കേരളത്തിൽ നിന്ന് പിന്മാറിയത് ബിസിനസ് അന്തരീക്ഷത്തെ പ്രതികൂലമായി ബാധിച്ചു. കേരളത്തിലെ തൊഴിൽ പ്രശ്നങ്ങൾ മറ്റൊരു വിഷയമാണ്. തൊഴിലാളി യൂണിയനുകളുടെ അമിതമായ ഇടപെടലുകൾ വ്യവസായങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നു. മറ്റൊരു കാര്യം സ്ഥലത്തിൻ്റെ ലഭ്യതക്കുറവ്, അതേപോലെ ഉയർന്ന ഭൂമി വില, കഠിനമായ തൊഴിൽ നിയമങ്ങൾ, ഇതെല്ലാം കാരണം പല ബിസിനസ്സുകളും കേരളത്തിലേക്ക് വരാൻ മടിക്കുന്നു. കേരളം പുതിയ നിക്ഷേപങ്ങൾ ആകർഷിക്കുകയും നികുതി വരുമാനം വർദ്ധിപ്പിക്കുകയും വേണം. വ്യവസായങ്ങൾക്ക് ഭൂമി നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കണം. NRI വെൽത്ത് ഉപയോഗിച്ച് പ്രാദേശിക വികസനം നടത്തണം. പ്രത്യേക സാമ്പത്തിക മേഖലകൾ, തീർച്ചയായും വ്യവസായ ഇടനാഴികൾ, ഇതെല്ലാം പ്രാധാന്യം നൽകി തന്നെ തുടങ്ങണം. വിശ്വസനീയമായ അടിസ്ഥാന സൗകര്യങ്ങളും വിദഗ്ധ തൊഴിലാളികളെയും നൽകണം. ടൂറിസം മേഖലയിൽ പുതിയ സാധ്യതകൾ കണ്ടെത്തണം. കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കുന്ന കൃഷി രീതികൾ പ്രോത്സാഹിപ്പിക്കണം. ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തിന് പ്രാധാന്യം നൽകണം. ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം, മെച്ചപ്പെടുത്തണം. കേരളത്തിന് രക്ഷപ്പെടുവാൻ ഇങ്ങനെ കുറേ അധികം മാർഗങ്ങളുണ്ട്. ഞാനൊരു വിദഗ്ധനൊന്നുമല്ല, പക്ഷേ കുറേ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.